മിവിയുടെ സൗണ്ട് പ്രോഡക്ട്സുകൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കൂടുതൽ ആൾക്കാരും കമൻറ്റ് വന്ന് ചോദിച്ച കാര്യമാണ് ഇതിന് റീചാർജബിൾ ആണോ ഇത് അതോ ബാറ്ററി ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. മിവിയുടെ ലേറ്റസ്റ്റ് ലോഞ്ചായ കോമ്പാക്ട് സൗണ്ട് ബാർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മിവിയുടെ ലേറ്റസ്റ്റ് ലോഞ്ചാണ് ഈ അടുത്ത് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ബ്ലൂടൂത്ത് സൗണ്ട് ബാറാണ്. മിനി കോമ്പാക്ട് സൗണ്ട് ബാർ. 30 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ. ഇതിൻ്റെ മോഡൽ നെയിം പറയുകയാണെങ്കിൽ FortH30, FortH30. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്ക് കൊണ്ട് നടന്ന് ഉപയോഗിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടും അതുപോലെ സൗണ്ട് ബാറായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബോക്സിലെ സ്പെക്കുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് പറയാനുള്ളത് 30 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്പീക്കറിനും കൂടെ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതിൽ 30 വാട്ട്സ് ആണ് പവർ വരുന്നത്, 2 സ്പീക്കറിനും കൂടെ വരുന്നത്. സ്റ്റീരിയോ ഫുൾ റേഞ്ച് സ്പീക്കറാണ് കേട്ടോ അതിന് വരുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് 5.1 ബ്ലൂടൂത്ത് ഉണ്ട്, എനേബിൾഡ് ആണ് ഇതിൽ. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യൻ മെയ്ഡ് സാധനമാണ്. അത് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന സൗണ്ട് ബാർസിലൊക്കെ നമ്മളത് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ബാറാണത്. പിന്നെ പറയാനുള്ളത് ടൈപ്പ് സി ചാർജിങ്. നമുക്ക് ചാർജർ വരുന്നത് ടൈപ്പ് സി ആണ്, ഫാസ്റ്റ് ചാർജറിങ് ആണ് കേട്ടോ. അതുപോലെ പിന്നെ എക്സ്ട്രാ കണക്ടിവിറ്റീസ് ഉള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ബ്ലൂടൂത്ത്, അതുപോലെ മൈക്രോ എസ് ടി ഉണ്ട്. അതങ്ങനെ സുലഭമായിട്ട് യൂസ് ചെയ്യാറില്ല, എന്നാലും അതിന് സ്ലോട്ട് ഉണ്ട്. പിന്നെ ഓക്സ് ആൻഡ് USB കോമ്പാറ്റബിൾ, ഓക്സ് കേബിൾ കണക്ട് ചെയ്യുക, അതുപോലെ USB കണക്ട് ചെയ്യാം നമുക്ക്. പിന്നെ പ്ലേ ടൈം പറയുന്നത് നമുക്കൊരു 6 മണിക്കൂർ, 6 hours നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കപ്പ് പറയുന്നത്, ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബാറ്ററിയുടെ നമ്മളത് പറയുകയാണെങ്കിൽ 4000 mAh ആണ് ബാറ്ററി പറയുന്നത്, അത്രയും കപ്പാസിറ്റി ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ബട്ടൺസ് ഉണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. ബട്ടൺസും ഉണ്ട്, റിമോട്ട് ഇല്ല ഇതിന്. പിന്നെ എടുത്തു പറയേണ്ട കേസ് സബൂഫർ ഇല്ല ഇതിനകത്ത്. 2 ഫുൾ റേഞ്ച് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ മിഡ് ബേസ് നമുക്ക് പിക്ക് ചെയ്യും, ബേസിനായിട്ട് സെപ്പറേറ്റ് സബൂഫർ ഇതിനകത്തില്ല. അതുപോലെ വോക്കൽ ട്രിബിൾ ഒക്കെ നന്നായിട്ട് കിട്ടും. ആ ഒരു മുന്നത്തെ പ്രോഡക്റ്റിലെ പോലെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇതിനുണ്ടാവും. പിന്നെ ഇതിന് 1 year വാറണ്ടിയാണുള്ളത്. നമുക്ക് ഈ ബോക്സിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു അതർ ഓപ്ഷൻ ഉണ്ട്, ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിൽ നമുക്ക് ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ടാണെങ്കിലും വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. 1 year വാറണ്ടിയാണുള്ളത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ഇത് ശരിക്കും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ നോക്കാം. അതുപോലെ അപ്പോൾ നമുക്ക് ഒരു ഡേറ്റ കേബിളേ ഉള്ളൂ, ചാർജർ ഇല്ലോട്ടോ എൻ്റെ കൂടെ. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇത് പറ്റുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു C ടൈപ്പ് USB കേബിളുണ്ട്. പിന്നെ 3.5mm ഓക്സിലറി ജാക്ക് ഉണ്ട്, നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് യൂസർ ഗൈഡ് ഉണ്ട്. യൂസർ ഗൈഡിൽ ഈ ഏറ്റവും കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഒരു വാറണ്ടി കാർഡ്. ഈ വാറണ്ടി കാർഡിൽ ആ QR കോഡ് അവർ കാണിച്ചിട്ടുണ്ട്. QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ സംഭവം റെഗുലർ വരാറെന്നുള്ള ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ് മൊത്തം. അപ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക് ബോഡിയാണ്, നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളുണ്ട്. മുമ്പിൽ അവർ മേബി എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത് വേറെ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് ആ ബ്ലാക്കിൽ തന്നെ അവർ ചെയ്തിരിക്കുക. പിന്നെ അതിൻ്റെ ടോപ്പ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് 4 ബട്ടൺസ് ഉണ്ട്. ആ 4 ബട്ടണും അതിൻ്റെ ലെഫ്റ്റ് എൻഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ ലീഡ് ഉണ്ട്. അത് നമുക്ക് പ്ലഗ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കണക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് എൻഡിൽ USB ഉണ്ട്, നമുക്ക് പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ ചാർജിങ് പോർട്ടാണ്, ടൈപ്പ് സി. DC 5 volt എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടൈപ്പ് സി പോർട്ടുണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനായിട്ട്, ഓഡിയോ ഓക്സ് 3.5mm ഓഡിയോ ഓക്സ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം TF, അതായത് മൈക്രോ SD. മെമ്മറി കാർഡ് പ്ലഗ് ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡ് പ്ലഗ് ചെയ്യാനുള്ള സ്ലോട്ട് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം ഓൺ ഓഫ് ബട്ടൺ ആണുള്ളത്, ലെഫ്റ്റ് റൈറ്റിലോട്ടും ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ ബാക്ക് സൈഡിലുള്ളൂ. പിന്നെ അതിൻ്റെ അടിവശത്തായിട്ട് റബ്ബർ ബുഷ് ഉണ്ട്. നമുക്ക് ടേബിൾ മൗണ്ട് ആണ് ഇത് പറയുന്നത്, അതായത് മേശപ്പുറത്തൊക്കെ നമുക്ക് വെക്കാവുന്ന ടൈപ്പാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ ഓണാക്കി വർക്ക് ചെയ്യിക്കാണ്ട് പോവാണ്. ഇവിടെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടൺ പുറത്തോട്ടാക്കിയാണ്. അപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് കണ്ടല്ലോ, അതുപോലെ പുറത്തായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഇൻഡിക്കേഷൻ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്ത് പറയാനായിട്ടുണ്ട്. നമുക്ക് ഈ മിവിയുടെ സൗണ്ട് ബാസിനൊക്കെ പൊതുവെ കണ്ടിട്ടുള്ളത്, നമ്മൾ ഈ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ പവർ ഓൺ എന്ന് പറയും, പക്ഷേ ബ്ലൂടൂത്ത് മോഡിലായിരിക്കും കിടക്കുക.
എപ്പോഴും ബ്ലൂടൂത്ത് മോഡിലായിരിക്കും കിടക്കുക. ആ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നമ്മൾ മോഡ് ഇവിടെ മാറ്റാം. ഓരോരോ മോഡ് വരും. അപ്പം വേറെ FM റേഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ സ്ലോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ MIDI പോർട്ട് H30 എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്താൽ മതി. പെയർഡ് ആയിട്ടുണ്ട്. നമ്മൾ പെയർ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 100% ആണ്. നമ്മൾ ഫുള്ളി ചാർജ് ചെയ്തേക്കുന്നതാണ് സ്പീക്കർ. അപ്പോൾ അതിവിടെ കാണിക്കും. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ പറഞ്ഞു, പക്ഷേ ഇത് 2 ഫംഗ്ഷനുണ്ട് ഇതിനകത്ത്. നമ്മൾ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും, അങ്ങനെയാണ് ഈ ബട്ടൺസ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് വോളിയം കൂട്ടാനും ഒന്ന് കുറയ്ക്കാനും. അതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ കൂടുതലും നമ്മൾ ഫോണിലൊക്കെ നമ്മുടെ മ്യൂസിക് പ്ലെയറിലൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും, അതുപോലെ നമ്മൾ മെമ്മറി കാർഡ് കണക്ട് ചെയ്തിട്ട് ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്യണം. പ്രീവിയസ് പോകാനും ലോങ് പ്രസ് ചെയ്യണം ആ ബട്ടൺ. നമുക്ക് വോളിയം കൂട്ടാൻ വേണ്ടി നമ്മൾ സിംഗിൾ പ്രസ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ കേട്ട് നോക്കിയിരുന്ന ആ ഒരു മുമ്പത്തെ ആ ഒരു ക്വാളിറ്റി ഒട്ടും മോശമല്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് MIDIയുടെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ ബേസ് നമ്മൾ പറഞ്ഞു മിഡ് റേഞ്ച് ബേസാണ് വരുന്നത്. ഒത്തിരി ബേസ് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ബേസിന് വേണ്ടിയുള്ള എക്സ്ട്രാ സബൂഫർ ഇതിലില്ല. അപ്പോൾ ബേസ് ആഗ്രഹിക്കുന്നവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂസിക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കേൾക്കാം. ക്ലാരിറ്റിയിൽ കേൾക്കേണ്ടവർക്ക്, സൗണ്ട് കുറവുള്ള TV-കൾ, അതുപോലെ ലാപ്ടോപ്പ്, നമ്മുടെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തൊക്കെ കേൾക്കാനായിട്ട് നല്ലൊരു സ്പീക്കറാണ്. അപ്പോൾ ഇത് ആർക്കാണ് സംഭവം ഇഷ്ടമാകുക, ആർക്കാണ് ഇത് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള കേസ് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണ്. അതായത് ഒരു മ്യൂസിക്കിലെ ഏറ്റവും ഇഷ്ടമായിട്ട് സൗണ്ട് നല്ല രസിച്ച് കേൾക്കുന്ന ആൾക്കാർ ശരിക്കും ഇത് വാങ്ങിക്കാൻ പറ്റുന്ന കേസാണ്. അതുപോലെ ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിനകത്ത് ഓർക്കസ്ട്ര ഒരുപാട് ഉപകരണങ്ങൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടുമിക്ക മ്യൂസിക് പ്ലെയറിലും സംഭവിക്കുന്ന ഒരു കേസ് ഉണ്ടായില്ല. മൈന്യൂട്ടായിട്ടുള്ള ഓർക്കസ്ട്ര സൗണ്ടുകളൊന്നും പിക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ MIDIയിൽ കറക്റ്റായിട്ട് ഏറ്റവും ഇഷ്ടം സൗണ്ട് നമുക്ക് കേൾക്കാനും നല്ല രീതിയിൽ ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ എഫക്ട്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങണമെന്നില്ല. അതുപോലെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ചെറിയ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് സൗണ്ട് ബാറാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വില നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഐറ്റം. ഇത് നമുക്ക് 1700 രൂപയ്ക്കാണ് വരുന്നത്. അതായത് 1700 ആണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ വാങ്ങിച്ച റേറ്റാണ് പറയുന്നത്. പ്രൈസ് വേരി ചെയ്ത് വരുമായിരിക്കും, പക്ഷേ ഈ റേറ്റിന് നല്ലൊരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആമസോണിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ സംഭവം നമുക്ക് ലിങ്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതുപോലുള്ള കിടിലൻ സൗണ്ട് പ്രോഡക്ട്സുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.